ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ഫുൾ വ്ളോഗാണ്. ഞാൻ കുറേ ആയൊരു ഫുൾ വ്ളോഗ് ഇടാനിട്ട്. ഇപ്പോൾ കൂടുതലും ഷോർട്സാണ് ഇട്ടുകൊണ്ടുള്ളത്. അപ്പോൾ ഒരു ഫുൾ വ്ളോഗ് എടുക്കാൻ ഞാൻ വിചാരിച്ചതാണ്. ലാസ്റ്റ് ഇട്ടതെന്ന് വെച്ചാൽ ഒരു മൈസൂർ വ്ളോഗാണ് ഞാൻ ഫുൾ വ്ളോഗായിട്ടിട്ടെ. അതിന് ശേഷം ഇപ്പോൾ ഇതാണ്. അപ്പോൾ നമുക്കിനി വ്ളോഗിലോട്ട് പോകാം. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എവിടെയാണ് പോകുന്നത്, എന്താ പോകുന്നതെന്ന്. വ്ളോഗ് ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ വാവേൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഡ്രസ്സ് എടുക്കാൻ പോക്കാണ്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ എവിടെയാണ് പോകുന്നതെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. ടൗണിലെത്തിയിട്ട് വേണം ഇനി തീരുമാനിക്കാൻ. അപ്പോൾ നമുക്ക് പോകാം ഗായ്സ്. പിന്നെ നിങ്ങളെന്താണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാത്തത്? വീഡിയോ കാണും ഇത് സ്ക്രോൾ അടിച്ച് വിടലാണോ? എന്താണിത്? നിങ്ങളിങ്ങനെ സബ്സ്ക്രൈബ് ലൈക്കൊക്കെ തന്നാലേ നമുക്കൊരു വീഡിയോ ഒക്കെ ഇടാനൊരു ഉഷാറിലാവും. അപ്പോൾ ഞാൻ കുറേ കണ്ടൻറ്റ് ഇങ്ങനെ ഇടും, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയതും പിന്നെ കുറച്ച് എൻ്റർടൈൻമെൻറ്റിലായത്, എൻ്റെ ഡെയിലി ലൈഫിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, ഹോം ടൂർ, ഇതൊക്കെ ഞാൻ ഇടാം. നിങ്ങൾ പക്ഷേ സബ്സ്ക്രൈബും കമൻറ്റൊക്കെ ചെയ്യണം, അപ്പോൾ ഞാൻ ഇടും. ഓക്കെ. ഇതുണ്ടോ, ഒരു മഴ പെയ്ത പാടുള്ള അവസ്ഥയാണിത്. ഇതൊന്നല്ല, അവിടെ സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ട് എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത്. മെയിൻ റോഡിലെത്തി. ഇതെന്തെങ്കിലും ഇന്ന് അത്ര തിരക്കൊന്നുമില്ല. ഇന്ന് മറ്റേ ദുഃഖാചരണമല്ലേ, അതുകൊണ്ടായിരിക്കാം. ഷോപ്സ് ഒന്നും ചിലത് ഓപ്പൺ അല്ല. നമ്മളപ്പോൾ ഇപ്പോൾ നടന്നിറങ്ങി ഷോർട്ട് കട്ടിലൂടെ പോക്കാണ്. മെയിൻ റോഡ് വിട്ടു. അപ്പോൾ ഞാൻ കുളത്തിൻ്റെ അതിൽ കൂടി പോകും. നിങ്ങൾക്കിനി ബാക്കി ഞാൻ പറഞ്ഞുതരാറുണ്ട്. കുളത്ത് പോയാൽ പ്രത്യേകിച്ചൊന്നുമില്ല, എന്നെ ഷെയറിലാക്കും, അതത്രയേ ഉള്ളൂ. അത് ഞാൻ നിങ്ങൾക്ക് വെറുതെ വ്ളോഗിലിട്ടിട്ട് എന്നെ ഊക്കാനായിട്ടുള്ള അവസരം ഞാൻ ആക്കി തരുന്നില്ല. അതുകൊണ്ട് മാത്രം വ്ളോഗിലിടുന്നില്ല ഗൈസ്. ഞാൻ പക്ഷെ കുളമെല്ലാം കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ സ്വിമ്മിങ് പൂള്. അയ്യോ, ഭയങ്കര വഴുക്കലാണ് കണ്ടോ. അടിപൊളി പൂളാണ് ഗൈസ്. ഇതാ അവിടെ ഫുള്ള് ഇത് തന്നെ പണി. മുക്കിനും മൂലക്കും ഇതാണ് ഉള്ളത് ഇവിടെ. ഇതോ പക്ഷെ ശരിയാക്കില്ല. എങ്ങനെയാകുമ്പോൾ വണ്ടിയെല്ലാം പോകുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ കുളം. എല്ലാവരും നല്ല പ്രാക്ടീസൊക്കെ ചെയ്യുന്നുണ്ട്, ഞാൻ മാത്രം ഇങ്ങനെ നടക്കുന്നുമുണ്ട്. ഫൈനലി നമ്മൾ സ്ഥലം ഉറപ്പിച്ചിട്ടുണ്ട്. മോളിൽ ഈസി ബൈയിൽ പോകാനാണ് വിചാരിക്കുന്നത്. നോക്കാം. ഈസി ബൈ, ട്രൂണോ അങ്ങനെ എന്തൊക്കെയുണ്ട്. പിന്നെ നമുക്ക് ഐബ്രോ ഒക്കെ ത്രെഡ് ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ മോളെത്താനായി. ലിഫ്റ്റിൽ സത്യം പറഞ്ഞാൽ എനിക്കിത് എങ്ങനെയാണ് നിൽക്കേണ്ടതെന്ന് അറിയില്ല. പക്ഷെ ഞാൻ നോക്കിയിട്ടുണ്ട്. സെക്കൻഡ് ഫ്ലോറിലാണ് പോകേണ്ടത്. ഏത് ഫ്ലോറിലെത്തുമോ? തുറന്നു ഗൈസ്. എത്തി ഗൈസ്. വെറുതെ ഒരു ഊഹത്തിന് നോക്കിയതാ. എനിക്കറിയില്ല എങ്ങനെ ഇത് ശരിക്കും, ഇപ്പോഴും അറിയില്ല. അന്ന് ഞാൻ പെട്ടു അതിന് ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോയിട്ട്. പക്ഷെ നമ്മളിപ്പോൾ കറക്റ്റായിട്ട് എത്തി ഗൈസ്. ഭയങ്കര സന്തോഷം. ഞാൻ ഇങ്ങനെ ചെയ്യാത്ത കാര്യം ചെയ്യുമ്പോൾ. സൺകിസ്റ്റ് ഓക്കെ. ഇല്ല, നിലത്ത് മാത്രമേ വെയിലുള്ളൂ, മുഖത്തടിക്കുന്നില്ല. മമ്മി ത്രെഡ് ചെയ്യലാണ് ഗൈസ്. ഞാൻ ഇങ്ങനെ ഇവിടെ സ്റ്റാൻഡ് ആയിട്ടുണ്ട്. മമ്മിയുടെ ത്രെഡിങ്ങൊക്കെ കഴിഞ്ഞു. നോക്കട്ടെ, സുന്ദരി കഴിഞ്ഞു. ഇപ്പം കുറച്ച് വേനലായി. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ട്രൂണോടാണ് കയറിയത്. ട്രൂണോ മാറിപ്പോയി ഗൈസ്. ദാ കുറേ ഉണ്ട്. കളക്ഷൻസ് അത്ര ഇല്ല തോന്നുന്നു. നോക്കാം. ഇതൊക്കെ കുറച്ച് വലിയ കുട്ടികളെയാ തോന്നുന്നു. എൻ്റെ വാവക്ക് 2 വയസ്സേ ആയിട്ടുള്ളൂ. പക്ഷേ കാണാനോ 6 മാസം പോലെയാണ്. അമ്മക്കിപ്പോൾ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയിട്ടാണ്. എല്ലാം എടുത്തിട്ട് ഇത് വേണോ അത് വേണോ എന്ന് ചോദിച്ചുകൊണ്ട്. ഇത് വേണോ? ഇത് വേണ്ട, സിമ്പിളായിട്ടുള്ള എടുക്കണ്ട അല്ലേ. നമ്മൾ കുറച്ച് ഗ്രാൻഡായിട്ട് എടുക്കുമ്പോൾ നമുക്ക് എപ്പോൾ ഇടാൻ തോന്നും. അല്ലാത്ത എടുക്കുമ്പോൾ വേഗം നരച്ചു ഉടുപ്പ്. കണ്ടോ മിറർ. ഞാൻ മിററുള്ള എല്ലാം അടിക്കാൻ പോകും. അരമണിക്കൂർ കണ്ണാടിന് മുന്നിൽ വെക്കും, സൗന്ദര്യം നോക്കും, പോകും. കുറേ നേരം നോക്കിയുണ്ടാകുമ്പോൾ നമുക്കിപ്പോൾ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. ഇത് നല്ലുണ്ട്, പക്ഷെ കുഞ്ഞ് സൈസ് കിട്ടണ്ടേ, അതാണ് കുഴപ്പം. ഇപ്പോൾ ഏതെങ്കിലും ഒന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കുഞ്ഞ് സൈസ് കിട്ടില്ല. നമുക്കിഷ്ടപ്പെട്ട ആ ഡ്രസ്സിൻ്റെ സൈസ് കിട്ടില്ല, അതാണ് വലിയ കുഴപ്പം. ഇത് നല്ല രസമില്ലേ, വൈറ്റ്. ഇത് ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. ബാക്കിൽ നിന്ന് എടുക്കുക, ബാക്കിൽ നിന്ന് എടുത്താലേ കുറച്ച് അടിപൊളി കിട്ടും.
മുന്നിലുള്ള നമ്മൾ ഒരിക്കലും എടുക്കരുത്, ബാക്ക് പോയിട്ട് എടുക്കണം. എനിക്ക് ഭയങ്കര ആശയാണ് ഇതൊക്കെ ഈ ബാഗും പിന്നെ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കോണ്ടുള്ള അങ്ങനത്തെ ജീൻസൊക്കെ ഇട്ട് അടുപ്പിക്കണം, ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. പക്ഷെ ഇത് കിട്ടണ്ടേ ഇവിടെ സൈസിന്. മഞ്ഞ അതും ബ്ലൂ ഇതും നല്ലുണ്ട്. വേറെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ലില്ലേ, നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാൻ. വേറെ എനിക്ക് അങ്ങനെ ഇഷ്ടമായിട്ടില്ല ഒന്നും. ആ യെല്ലോ പിന്നെ മേലത്തെ യെല്ലോ പിന്നെ ആ ബ്ലൂ അത് നല്ലുണ്ട്. ഇത് കുറച്ച് അടിപൊളിയായിട്ടുണ്ട് കാണാൻ. ഇതുണ്ട്. പിന്നെ ഞാൻ വേറെ എന്തോ നോക്കുന്നുണ്ട്, അതിപ്പോൾ കാണുന്നില്ല. ഇതൊക്കെ എവിടെ പോകുന്നോ. ഈ ഡ്രസ്സ് സെലക്ട് ചെയ്തു ഗൈസ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമായിട്ടില്ല. എനിക്കിഷ്ടമായതൊന്നും ഇവർക്ക് ഇഷ്ടാവില്ല, ഇവർക്ക് ഇഷ്ടമായതൊന്നും എനിക്കും ഇഷ്ടാവില്ല. അങ്ങനെ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യും. മൂടുപോയി, അതെനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല. എന്നാമോ കുറേ പറഞ്ഞ് കേൾക്കണ്ടേ. ഞാൻ പറഞ്ഞ് ഒന്നെങ്കിൽ ഷോർട്ട്സും പിന്നെ സെപ്പറേറ്റ് ആയിട്ട് ടോപ്പ് എടുക്കാം. അമ്മക്കൊരേ നിർബന്ധം, അത് വേണോ അത് വേണോ. നമ്മളെന്ത് പറയാനാ, സമ്മതിച്ചു കൊടുക്കാം. ഇതിൽ ഇതല്ലേ, ആ ഇത് മതി. സങ്കടം കണ്ടിട്ടാ തോന്നുന്നത്. മമ്മി മാറ്റി പിടിച്ചിരിക്കുന്നു. ഹാപ്പി. ഇപ്പോൾ മേടിച്ച് എനിക്ക് ശരിക്കും ഇഷ്ടമായി ഗൈസ്. ഞാൻ ഇപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ഇത് നല്ല രസമുണ്ട്. നേരത്തെ മേടിച്ച എന്താണെന്ന് വെച്ചാൽ അത്ര രസമില്ല, ഒരു ബർത്ത്ഡേക്കൊന്നും ഇടാൻ പറ്റിയ സാധനമല്ല. ഇത് കുറച്ച് നല്ല എംബ്രോയിഡറി എല്ലായിട്ട് നല്ലുണ്ട്. നമ്മൾ വന്നത് 4 മണിക്കാണ്, ഇപ്പോൾ 6 മണിയായി ഗൈസ്. അതാണ് എവിടെയും കയറിയുള്ള പ്രശ്നം. മൊത്തം സമയം ഫുള്ള് വേസ്റ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പോകുന്നത്. ഈസി ബൈയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ മെയിൻ എന്താ വെച്ചാൽ നല്ല ബാഗ് ഉണ്ടാവും, നല്ല ചൂരിദാർസ് കുർത്തീസ് ഇതൊക്കെ ഇവിടെ ഉണ്ടാവും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് പൈസ ഉണ്ടാവുന്ന സമയത്ത് ഇത്രയും കളക്ഷൻസ് ഉണ്ടാവില്ലേ. ഞാൻ പൈസയൊക്കെ എടുത്തിട്ട് ഇപ്പോൾ മേടിക്കാൻ വരുന്ന സമയത്ത് ഒരൊറ്റ കളക്ഷൻ ഉണ്ടാവില്ല, അതാണ് സത്യം. ഇന്നത്തെ ഈ കളക്ഷൻസിന് വേണ്ടിയിട്ട് ഞാൻ 10,000 അല്ലേ, 1000 റുപ്യ പെട്രോൾ വെച്ചിട്ട് കോഴിക്കോട് കണ്ണൂരൊക്കെ പോയിട്ടാണ് എടുക്കുന്നത്. ഈ കളക്ഷൻ അപ്പോൾ ഉണ്ടെങ്കിൽ കഷ്ടപ്പെട്ട് അങ്ങനെ പോകുന്നുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ല ഇവിടുത്തെ ചെരുപ്പിൻ്റെ കളക്ഷൻസൊക്കെ. പിന്നെ അതേപോലെ ബാഗൊക്കെ കിടിലൻ കളക്ഷൻസാണ്. കുർത്തീസ്, ബേബീസിനൊക്കെയുള്ള കളക്ഷൻസ് കുറവാണ്. നമുക്ക് വലിയ ആൾക്കുള്ള കുർത്തീസ് ജീൻസ് അതിൻ്റെ ഒക്കെ കളക്ഷൻസേ ഉള്ളൂ. പിന്നെ ഷോർട്സൊക്കെ ഉണ്ടാവും വീട്ടിൽ നിന്ന് ഇടാൻ പറ്റിയ 149, ഇവിടെ 99. ഇതെന്താ ഇതിന് ഇത്ര പൈസ? ഓ മേ ബി പാർട്ടേഷൻ ആയിരിക്കല്ലേ. ഇവിടുന്ന് ഇത്ര വരെ 199, ഇവിടുന്ന് 149 ആയിരിക്കാം. എന്നാലും അതെന്താ അങ്ങനെ? ഇതാവൂലേ? എന്നാലും പിന്നെ ഇതാ ഇത് ഷർട്ട് വലുതായിരിക്കുമല്ലേ? ഇത് കണ്ടോ കുറേ ഡിസൈൻസ്. കഴിഞ്ഞ പ്രാവശ്യം ലവിൻ്റെ ഇതാവുമായിരിക്കും. ഇനി കുഴപ്പമെന്താ വെച്ചാൽ ഇവള് 2 വയസ്സ് പോലെ ഇല്ല കാണാൻ. അപ്പോൾ ഇവക്ക് ഡ്രസ്സ് എടുക്കാൻ ഭയങ്കര കഷ്ടമാണ് ബേബിക്ക്. എന്താ വെച്ചാൽ ആൾ ഭയങ്കര ചെറുതാണെന്ന് വെച്ചാൽ കൈയും കാലിൽ കുഞ്ഞി ഒരു വയസ്സിന് മാച്ചായ ഡ്രസ്സല്ല എടുക്കണ്ടേ. നമ്മൾ മന്ത്സ് നോക്കിയിട്ടായിരിക്കണം എടുക്കേണ്ടത്. ഇവർക്ക് ഒന്നും കഴിക്കൂല, അതെന്നെ കാര്യം. എന്തെങ്കിലും കഴിച്ചിട്ട് വേണ്ടേ. ഇവർക്ക് ഇങ്ങനെ നമ്മൾ വയസ്സ് തികയാത്ത ഡ്രസ്സ് എടുക്കണം. ബേബിക്ക് ഡ്രസ്സ് എടുക്കാൻ ഭയങ്കര കഷ്ടമാണ് ഗൈസ്. ഇങ്ങനെ പരുതി പണ്ടാരടങ്ങും. ഏത് ഇതാണല്ലേ നോക്കേ. ഇത് നല്ലുണ്ട്, കാണുന്ന പോലെയല്ല, എന്തോ ഭയങ്കര രസം. ഇത് ഫോണിലങ്ങനെ തോന്നുന്നുണ്ടല്ലേ. പിന്നെ അത് ഇത് ലാസ്റ്റ് വൺ
അമ്മക്ക് ഫുള്ള് കൺഫ്യൂഷൻ ആയിട്ടാണ്. ഞാൻ അതാ പറഞ്ഞേ ഇതിൻ്റെ ഇവിടെ കയറണ്ടാന്ന്. ഒക്കെ തന്നെ എത്തി. ഇത് തന്നെ മേടിച്ചു ഗൈസ്, മേടിപ്പിച്ചു. യുവർ ഈഗോ ഇസ് യുവർ അമീഗോ. ഭയങ്കരം തന്നെ. എങ്ങനെ സാധിക്കുന്നു ഇങ്ങനത്തെ കോഴ്സെല്ലാം എഴുതേ? അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഡേമാർട്ട് വന്നിട്ടാണല്ലോ ഗൈസ്, കുറച്ച് സാധനം മേടിക്കാൻ. ബിസ്ക്കറ്റ്സ്. ഞാൻ ബിസ്ക്കറ്റ് ഉള്ളടിക്കും മുട്ടായി ഉള്ളടിക്കേ പോക്കുള്ളൂ, പിന്നെ ഐസ്ക്രീം ഉള്ളടിക്കും. അപ്പോൾ അമ്മയുടെ അയ്യോ മിസ്സായി ഗൈസ്. മമ്മീനെ കിട്ടി. ഇവിടെ നല്ല തിരക്കുണ്ടാവുക, പക്ഷെ ഇപ്പോൾ ഒരാളെ കാണുന്നില്ല. പച്ചക്കറീൻ്റെ അടുക്കെല്ലാം നിൽക്കാൻ പറ്റില്ല, അപ്പോൾ ആരും കാണുന്നില്ല. എന്താ ഞാൻ പറഞ്ഞ ചോക്ലേറ്റിൻ്റെ സെക്ഷൻ. മിറർ, അഗെയിൻ മിറർ. നമ്മളെ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ മോള് വിടാനായി. കണ്ട മൊത്തത്തിൽ ഇരുടായി. നമ്മൾ കയറിയതോ നല്ല വെളിച്ചുണ്ടാവും, അപ്പോൾ ഫുള്ള് ഇരുടായിട്ടാണ്. ആ ഇനി പാല് മേടിക്കണം. ഇത് മുട്ട മുറിച്ച് നടക്കാൻ പറ്റുവാ? ഇത് മേടിക്കണ്ടേ? അത് പിന്നെ മേടിക്കാൻ പറ്റുവാ? നമ്മൾ പോക്കാണ് ഗൈസ്. ഇവിടെ മുട്ട മേടിക്കേണ്ട അടുത്ത് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ പാല് മേടിക്കുന്നു. പാല് മേടിച്ച് മുട്ട മേടിച്ച് ടോട്ടലി പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. ഇതെന്താ കഴിഞ്ഞില്ലേ? കഴിഞ്ഞിട്ടില്ല ഗൈസ്. നീലാമ്പരി പൊടി ഉണ്ട് മേടിക്കാൻ. മമ്മി ഫുള്ള് ഡയ്യാ, കാണുന്ന പോലെ ഒന്നല്ല. ചേച്ചി തീർന്ന് പക്ഷെ തീരുന്നില്ല. അതാ ഞാൻ ഇടയ്ക്കിടയ്ക്കേ പറഞ്ഞോണ്ട് എല്ലാം കഴിഞ്ഞ് തോന്നുന്നു. നിങ്ങൾ വിചാരിക്കും നമുക്ക് വട്ടാണെന്ന്. അല്ല കേട്ടോ, അമ്മ പറഞ്ഞു ആ തീർന്ന് എന്നിട്ട് പറയും ആ ഇല്ല ഇത് മേടിക്കാനുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഞാൻ ഇനി എല്ലാം മേടിച്ചതിന് ശേഷം മേടിച്ചെന്ന് പറയും കേട്ടോ. തീർന്ന് പർച്ചേസിങ് ഒക്കെയാണ്, ഇല്ലെങ്കിൽ പറഞ്ഞു മേടിച്ചതിനെ. ഇനി എന്തെങ്കിലും ഉണ്ടോ? മിണ്ടുന്നില്ല ഡയ്യ പറഞ്ഞോണ്ട്. ഗൈസ് നീലാമ്പരി പൗഡർ മേടിക്കാൻ വന്നിട്ടാണ്. പിന്നെ അമ്മ കിൻഡർ ജോയ് മേടിച്ച് തരുവാണ്. സ്വീറ്റ് മമ്മി കുറേ ആയി ഗൈസ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന അമ്മേൻ്റെ അടുത്ത് ഒരു കിൻഡർ ജോയ് വേണമെന്ന്. ഫൈനലി മമ്മി മേടിച്ചെന്നു ഗൈസ്. ഫൈനലി വ്ളോഗെല്ലാം അവസാനിച്ചു. നമ്മൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ വീട്ടിലേക്ക് പോകാം.